ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എനർജി നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർ നിങ്ങൾക്ക് വേണ്ടി വളരെയധികം പാഷനേറ്റീവാണ്. നിങ്ങളുടെ എനർജി ഇവരെ നിങ്ങളിലേക്ക് ഭയങ്കരമായിട്ട് ആകർഷിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ്, ഇവരെപ്പോഴൊക്കെ ഈ ഒരു ബന്ധത്തിൽ 100% കൊടുക്കുമോ അപ്പോഴെല്ലാം ആരോ ഇവരെ പരീക്ഷ നോക്കുന്നു എന്നാണ്. അതായത് ഓരോ പരീക്ഷണങ്ങൾ ഇവരുടെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നു. അത് കാരണം ഇവർക്ക് ഭയങ്കരമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുന്നു. നിങ്ങളുടെ ഇടയിൽ ഭയങ്കര തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് കാരണം ഇവർക്ക് ഒരു ആക്ഷനോ ഒരു സ്റ്റാൻഡോ എടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇവർ വിചാരിക്കുന്നത് ആരോ ഇവരുടെ ടെസ്റ്റ് എടുക്കുകയാണ്, പരീക്ഷ ചെയ്യുകയാണ് ഇവരെ എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇവിടെ ഇമോഷണൽ എനർജി വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തൊക്കെ ഓബ്സ്റ്റിക്കിൾസ് വന്നാലും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിൽ ഒരു വിശ്വാസമുണ്ട്. അതായത് എന്തായാലും നമുക്ക് ഒന്നാവാൻ സാധിക്കും ഈ ഒരു ബന്ധത്തിൽ എന്നുള്ള വിശ്വാസം ഇവർക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മെയിലായിക്കൊള്ളട്ടെ ഫീമെയിലായിക്കൊള്ളട്ടെ അവർക്കൊരു പ്രതീക്ഷയുണ്ട് നിങ്ങളും ഇവരുമായിട്ടുള്ള ബന്ധത്തിലെല്ലാം നേരെയാകും. അപ്പോൾ ഇവർ ആത്മവിശ്വാസം വയ്ക്കും പോലെ നിങ്ങളും ആത്മവിശ്വാസം വയ്ക്കണം എന്നാണ് ഇവർ പറയുന്നത്. നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത ആ ഒരു ടൈം ഇവർക്ക് ഭയങ്കരമായിട്ട് ഓർമ്മ വരുന്നു എന്നാണ് നെക്സ്റ്റ് മെസ്സേജ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ ഹൃദയം നിങ്ങളുടെ അടുത്താണ് എന്നാണ് ഇവർ പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഹാർട്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് ഇവർ തന്നിട്ടുണ്ടാകും. ഇവിടെ ചില ആൽഫബറ്റ് വരുന്നുണ്ട്. PDVXMAMGC ഈ ഒരു ആൽഫബറ്റും വരുന്നുണ്ട്. BAY ഈ ഒരു ആൽഫബറ്റും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആൽഫബറ്റിലുള്ള ആൾക്കാരുടെ പേഴ്സണ് ഈ ഒരു മെസ്സേജിൻ്റെ റീഡിംഗ് കൂടുതൽ റെസൊണേറ്റ് ആകുന്നതാണ്. ഇവർക്ക് തോന്നുന്നത് നിങ്ങളെപ്പോലെ കെയറിങ് നാച്ചറിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഇവർക്ക് കിട്ടി എന്നതാണ്. കാരണം ഇത്രത്തോളം കെയറിങ് നാച്ചറിങ് ചെയ്യുന്ന ഒരു വ്യക്തി ഇവർക്ക് ഇനി കിട്ടത്തില്ല. അത്രമാത്രം കെയറിങ്ങും നാച്ചറിങ്ങുമാണ് നിങ്ങൾ എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിൽ സ്നേഹമെന്ന് പറയുന്ന കാര്യത്തിൽ എന്താ കൂടുതലും ആൾക്കാർ ഫിസിക്കലി അട്രാക്ഷൻ നോക്കി പിന്നെ ആ ഒരു അട്രാക്ഷൻ്റെ ആ ഒരു ഇത് കഴിയുമ്പോൾ പിന്നെ സ്നേഹവും ഇല്ല ഒന്നുമില്ല, അങ്ങനത്തെ ആ ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്രമാത്രം കെയറിങ്ങും നാച്ചറിങ് ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തി ഇവർക്ക് കിട്ടിയത് ഇവർക്ക് വളരെ ഭാഗ്യമായിട്ട് തോന്നുന്നു. ഇവിടെ ഇവരുടെ ഡീപ്പസ്റ്റ് ഫീലിങ്ങിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഇത്രമാത്രം ഇവരെ സ്നേഹിക്കുന്നു. അപ്പോൾ ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ ഇത്രമാത്രം സ്നേഹം ഇവരോട് കാണിക്കുന്നതിന് സത്യമാണോ അതോ നിങ്ങൾ ഇവരുടെ മുമ്പിൽ നാടകം കാണിക്കുന്നതാണോ എന്ന് വരെ ഇവർക്ക് സംശയം തോന്നാറുണ്ട് ചില സമയം. അത് ഇത്രത്തോളം ഡീപ്പസ്റ്റായിട്ട് ഫീലിംഗ് മറ്റൊരാൾ ഇവരോട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് ചെറിയൊരു ഡൗട്ട് തോന്നുന്നത്. ഇങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ കൂട്ടത്തിലും ഇവർ ഇങ്ങനെയും ചിന്തിക്കുന്നു, ആർക്കെങ്കിലും ഇങ്ങനെ കാണിക്കാൻ സാധിക്കും 6 മാസം 1 വർഷമൊക്കെ ഒരേപോലത്തെ നാടകം ഒരിക്കലും കാണിക്കാൻ സാധിക്കത്തില്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. എൻ്റെ പേഴ്സൺ എന്നെ അത്രമാത്രം സ്നേഹിക്കുകയാണ്, വിശ്വസിക്കുകയാണ് എന്നെ എന്നുള്ള തോന്നലും ഇവർക്ക് അപ്പോൾ ആ നിമിഷം വരുന്നു. ഇവർ വളരെയധികം ഭാഗ്യശാലി ആയതുകൊണ്ടാണ് ഇവരുടെ ജീവിതത്തിൽ നിങ്ങൾ വന്നത് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇവിടെ നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾ എവിടെയെങ്കിലും പോയി കാണും ഒരുമിച്ച്, സൂവിലോ അല്ല എങ്കിൽ എവിടെയോ നിങ്ങൾ നല്ല ഒരുമിച്ച് പോയി അവിടെ നിന്ന് ഐസ്ക്രീം കഴിച്ചു, നിങ്ങൾ അവർക്ക് എന്തോ ഒരു ഗിഫ്റ്റ് കൊടുത്തു, അവരില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഗിഫ്റ്റ് തന്നു. അതിനെക്കുറിച്ചുള്ള ആ ഒരു ചിന്ത മെമ്മറീസ് ഭയങ്കരമായിട്ട് ഇവർക്ക് വരുന്നതായിട്ട് നിങ്ങളും അവരുമായിട്ട് ഒത്തുചേർന്നിരുന്ന ആ സമയത്തെ മെമ്മറീസ് ഇവരുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ്, ഇവരുടെ ആ ഒരു ഇതിൽ വളരെ സ്ലോ ആണ്. അതായത് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷനോ സ്റ്റാൻഡോ എടുക്കുന്ന കാര്യത്തിൽ വളരെ സ്ലോ ആണ് എന്ന് ഇവർക്ക് തന്നെ തോന്നുന്നു. ഇവരുടെ തെറ്റ് മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഇവർ നിങ്ങളോട് പറയുന്നത്. ഇവർ വളരെ കഷ്ടപ്പെട്ടാണ് ഇവരുടെ ലൈഫിൽ നിങ്ങളെ കൊണ്ടുവന്നത്. പക്ഷേ നിങ്ങൾ ഇവരുടെ ലൈഫിൽ വന്നതിന് ശേഷം ഇവരുടെ എനർജിയിൽ വളരെ ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളെ അവരുടെ ലൈഫിൽ കൊണ്ടുവന്ന ആ ഒരു സ്പീഡില്ല ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുവാനോ ആക്ഷൻ എടുക്കാനോ. വളരെയധികം സ്ലോ എനർജിയിലോട്ട് പോയി ഇവർ.
അതായത് ഒരു മൂവ്മെൻറ്റും ഇല്ല. നിങ്ങൾക്ക് തന്നെ ചില സമയം തോന്നുന്നുണ്ടാകാം, മുമ്പ് എൻ്റെ പാർട്ണർ നല്ല എനിക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാനും ആക്ഷൻ എടുക്കാനും എല്ലാം തയ്യാറായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ സ്ലോ എനർജിയിലാണല്ലോ എൻ്റെ പേഴ്സൺ, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ സ്ലോ എനർജിയിലാണല്ലോ എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാകാം. ഇവിടെ ഇതിൽ ഒത്തിരി ട്വിൻ ഫ്ലെയിം ജേണിയിൽ കൂടെ പോകുന്ന ആൾക്കാരുണ്ട്. അതായത് നിങ്ങളില്ലാതെ അവർക്ക് ഒട്ടും തന്നെ ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങളിൽ നിന്ന് ദൂരെ മാറിയാണ് അവർ ഉള്ളത് എങ്കിൽ അവർക്ക് ഒന്നിനും ഒരു താല്പര്യമില്ലാത്ത പോലെ, നിങ്ങൾ പരസ്പരം ഒന്നായിരുന്നാൽ മാത്രമേ രണ്ടുപേർക്കും ഒരു സമാധാനവും സന്തോഷവും ഉണ്ടാവുകയുള്ളൂ. ഒരു വ്യക്തി മറ്റൊരാളിൽ നിന്ന് അകന്നാണ് ഇരിക്കുന്നത് എങ്കിൽ ഒട്ടും തന്നെ ഹാപ്പി ആയിരിക്കത്തില്ല. അങ്ങനെയാണ് ട്വിൻ ഫ്ലെയിം ജേണിയിൽ കൂടെ പോകുന്ന ആൾക്കാർ. അതായത് ഒരു ഇൻസെക്യൂരിറ്റി, നിങ്ങൾ അവരിൽ നിന്ന് ദൂരെയാണുള്ളത് എങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി അവർക്കുണ്ടാകുന്നു. ഇവിടെ ഇവർക്ക് പേടി എന്തെന്ന് വെച്ചാൽ നിങ്ങൾ മറ്റൊരാളുടേതാകുമോ എന്നുള്ള പേടിയാണ്. അതുകൊണ്ടാണ് അവർ എപ്പോഴും നിങ്ങൾ ദൂരെ പോകുമ്പോൾ ഇൻസെക്യൂർ ആകുന്നത്. പക്ഷേ ഇവർ നേരിട്ട് നിങ്ങളോട് ഈ രീതിയിൽ കാണിക്കത്തില്ല. അതായത് നിങ്ങൾ ഇല്ലെങ്കിൽ ഇവർക്ക് ഒട്ടും തന്നെ ഹാപ്പി അല്ല, ഇൻസെക്യൂർ ആണ്, നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയാണ് ഇവർക്ക്. അങ്ങനെ നേരിട്ട് നിങ്ങളോട് പറയുകയോ കാണിക്കുകയോ ഇല്ല. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണൽ ഡീഫസ്റ്റ് ഫീലിംഗ്. ഇനി ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് ഇവിടെ ലോങ് ടേം ബോണ്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ലോങ് ടേം ആയിട്ടുള്ള എന്തോ വലിയ ചേഞ്ചസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വരാൻ പോകുന്ന സമയം, അതായത് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിൻ്റെ കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരാൻ പോകുന്ന സമയം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 2 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. 48 അവേഴ്സിനുള്ളിൽ ഈ ഒരു ചേഞ്ച് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണാൻ സാധിക്കുന്നതാണ്. അതായത് 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു ചേഞ്ച് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള കപ്പിളാണ്, സെപ്പറേഷനിലാണ് ഉള്ളത് എങ്കിൽ അല്ല എങ്കിലും ഇവിടെ യൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ അൺമാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾക്കും ഈ ഒരു വൈബ്രേഷൻ റെസൊനേറ്റ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് വളരെയധികം അട്രാക്റ്റീവായിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അവരുടെ ഇമോഷൻസ് നിങ്ങളോട് തുറന്ന് പ്രകടിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുകൂടാതെ എന്തെങ്കിലും മെസ്സേജോ ജസ്റ്റിസോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ 2 നമ്പറാണ് ഇമ്പോർട്ടൻറ്റ്. 2 അവേഴ്സ് അല്ലെങ്കിൽ 48 അവേഴ്സ് അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു എനർജി റെസൊനേറ്റ് ആകുന്നതാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻ. ഇനി ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് മെസ്സേജ്, ചില ആൾക്കാർ ഇങ്ങനെയാണ്, ചെറിയ കാര്യത്തിന് പോലും ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യും ഡിവൈനോട്. ചില ആൾക്കാർ ഇങ്ങനെയാണ്, ഒരു കാര്യത്തിന് പോലും ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് ഏഞ്ചൽസ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണമെന്നാണ്. അതായത് എന്ത് ചെറിയ കാര്യമായിക്കൊള്ളട്ടെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുക ഡിവൈനോട് എന്നാണ് ഇവിടെ പറയുന്നത്. എന്തെങ്കിലും തെറ്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഗിൽറ്റിൻ്റെ ഭാവത്തിലിരുന്ന് വെറുതെ വിഷമിക്കരുത്, അതിന് ലെറ്റ് ഗോ ചെയ്യുക എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. അയ്യോ എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ സംഭവിച്ചല്ലോ, അങ്ങനെ വിഷമിക്കാതെ അതിനെ ലെറ്റ് ഗോ ചെയ്യാനാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.